ഹായ് ഡിയേഴ്സ്, അനഗംസ് ആണ്. സൈലത്തോടൊപ്പം നിങ്ങളെ കൊമേഴ്സ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ. ഇപ്പോൾ നമ്മളെല്ലാവരും സെക്കൻഡ് ഇയറിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന പേപ്പർ ഒരു ഓപ്ഷണൽ പേപ്പറാണ്. മറ്റെല്ലാ സബ്ജക്റ്റിനെ പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസും. ഇക്കുറി നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ 18ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ ഓപ്ഷണൽ പേപ്പർ ആവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, മെയിൻ പേപ്പേഴ്സൊക്കെ കാര്യമായിട്ട് തുടങ്ങി കുറച്ച് ലേറ്റ് ആയിട്ട് ഓപ്ഷനിൽ തുടങ്ങിയാൽ മതിയല്ലോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും. പക്ഷേ മിസ് നേരത്തെ പറഞ്ഞല്ലോ, 18ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് ഇക്കുറി പഠിക്കാനുണ്ട്. അപ്പോൾ അത് നേരത്തെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് പൊളിറ്റിക്കൽ സയൻസിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കേണ്ട ടൈം ആയിരിക്കുകയാണ്. അതായത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ എക്സാം ഇങ്ങെത്തിപ്പോയി. അപ്പോൾ ഈ ഓണത്തിൻ്റെ എക്സാം നമുക്ക് ഇക്കുറി 5 ചാപ്റ്റേഴ്സ് ആണ് പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് മാത്രമായിട്ടുള്ളത്. അപ്പോൾ 45 ദിവസം കൊണ്ട് 5 ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസും പഠിക്കണം, മറ്റുള്ള സബ്ജക്റ്റും പഠിക്കണം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ നമ്മൾ സ്റ്റഡീസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ലൈവിൽ 2 ചാപ്റ്റേഴ്സോളം നമ്മൾ പബ്ലിക് ലൈവ് പോയിട്ടുണ്ട്. ദെൻ നമ്മൾക്ക് യുവ ബാച്ച് ഉണ്ട്. യുവ ബാച്ചിൽ ഓരോ ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സിന് ശേഷം നമ്മൾ എക്സാംസ് എഴുതുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഇതുവരെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ബിക്കോസ് നമ്മൾ ഓണത്തിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോഴായിരിക്കും നമ്മൾ ഫസ്റ്റ് ടൈം സെക്കൻഡ് ഇയറിൽ നമ്മൾ എക്സാം എഴുതുന്നത്. പക്ഷേ യുവ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ അവർ ഓൾറെഡി ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ച് അതിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഏത് ക്വസ്റ്റ്യൻ വന്നാലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് എഴുതാനും സാധിക്കും. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക കേട്ടോ. ഓണത്തിന് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്കുള്ളത്. ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്, ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്, പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻസ്, ചാലഞ്ചസ് ടു ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം. ഇത്രയും 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയ ചാലഞ്ചസ് ടു നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. സോ ഈ 5 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വരുന്നത്. അത് അടിപൊളിയായിട്ട് ഇപ്പോഴേ നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ ഒരു 45 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു വെച്ചാൽ അടിപൊളിയായിട്ട് നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ 5 ചാപ്റ്റേഴ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് എക്സാമിന് ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് റിവിഷൻ ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം മിസ് നേരത്തെ പറഞ്ഞതുപോലെ യുവ ബാച്ചിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഓണത്തിന് ഫുൾ മാർക്ക് നമുക്ക് സെറ്റാക്കാം കേട്ടോ.